പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശ്വരായ സ്നേഹമുള്ള സഹോദരൻ, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. ഞാൻ പഠിപ്പിച്ചുള്ളതെല്ലാം ആചരിക്കാൻ അവരെ പഠിപ്പിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുന്ന ലോകാവസാനം വരെയും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. until the consummation of the world. മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ അവസാനത്തെ സമാപന വാക്യങ്ങളാണ്. ഇന്ന് ദൈവവിളി ദിനം, ലോക ദൈവവിളി ദിനം ആചരിക്കുകയാണ്. ഈ ദൗത്യം നിർവഹിക്കാനായിട്ട് പ്രേക്ഷിതരെ ആവശ്യമുണ്ട്. വചനം ലോകമെങ്ങും പോയി പ്രഘോഷിക്കുക, യേശുവിന് സാക്ഷികളാകേണ്ടത് എല്ലാവരുമാണ്. മാംസം സ്വീകരിച്ച എല്ലാവരും യേശുവിന് സാക്ഷികളായിട്ട് ജീവിക്കേണ്ടവരാണ്. രണ്ടാമതായിട്ട് പ്രേക്ഷിതരെ ആവശ്യമുണ്ട്. പ്രേക്ഷിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ പ്രേക്ഷിത ദൗത്യം സഭയ്ക്ക് നൽകിയിരിക്കുന്നു. അതിന് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രേക്ഷിതര് സഭയിൽ പ്രവർത്തിക്കുന്നു. അവരെ പ്രത്യേകമായിട്ട് അയക്കുന്നു. അത് ശിഷ്യന്മാരോട് പറഞ്ഞു, അവരുടെ പിൻഗാമികളോട് സഹോദരത്തോടൊക്കെ ഉള്ള കൽപ്പനയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ, ബെനഡിക്റ്റ് മാർപ്പാപ്പ ജർമ്മൻകാരനായിരുന്നു, പഴയ മാർപ്പാപ്പ. അദ്ദേഹം കാർഡിനൽ റാറ്റ്സിംഗർ വലിയ ദൈവശാസ്ത്ര പണ്ഡിതനായിരുന്നു. യൂണിവേഴ്സിറ്റിയിലൊക്കെ ദൈവശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മാർപ്പാപ്പായതിനു ശേഷം ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ ഇങ്ങനെ പ്രസംഗിച്ചു. അക്രമം ദൈവത്തിൻ്റെയും ആത്മാവിൻ്റെയും സ്വഭാവത്തിന് വിരുദ്ധമാണ്. ദൈവം രക്തത്താൽ പ്രസാദിക്കുന്നില്ല. ദൈവഭക്തി ആത്മാവിൽ നിന്നും ഉദയം ചെയ്യണം, ശരീരത്തിൽ നിന്നല്ല. എന്നുവെച്ചാൽ ലോകത്തിലെ എല്ലാ കാലഘട്ടത്തിലും അക്രമങ്ങളുണ്ട്. അത് രാജ്യങ്ങളുടെ പേരില് ഇറാനും ഇസ്രായേലും അമേരിക്കയൊക്കെ ബന്ധപ്പെട്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. പോലെ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും യുദ്ധങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മാർപ്പാപ്പായും സമാധാനമാണ് ആവശ്യപ്പെട്ടത്. യുദ്ധങ്ങൾ ഒഴിവാക്കി സമാധാനത്തിലേക്ക് യുദ്ധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ കടന്നു വരണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. മാർപ്പാപ്പ സമാധാനം പറയുന്നു, നിങ്ങൾ കുറച്ചു കാലം യുദ്ധം ചെയ്തിട്ട് അവസാനിപ്പിക്കുകയുള്ളൂ എന്നവര് ചിന്തിച്ചിരിക്കുന്ന ട്രംപിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങനെ അധികാരമുള്ളവരൊക്കെ യുദ്ധങ്ങൾ അഴിച്ചുവിടാറുണ്ട്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ അയൽ രാജ്യങ്ങളെല്ലാം കയറി യുദ്ധം ചെയ്ത് അവിടെയെല്ലാം കൊള്ള ചെയ്ത് സ്വർണ്ണാഭരണങ്ങൾ അമ്പലത്തിലോ പള്ളിയിലൊക്കെ വെച്ചേക്കുന്ന നിധികളും എല്ലാം കൂടെ കൈവശപ്പെടുത്തി അത് പട്ടാളക്കാർക്ക് കൊടുക്കുന്നു, വിധം വെച്ച് കൊടുക്കുന്നു. തൊട്ടി മുതലെല്ലാം അങ്ങനെ കിട്ടുന്നതല്ല. ആളുകളെല്ലാം ഓടിപ്പോകുന്നു, ആളുകൾ തലകണ്ടിക്കുന്നു. ഇതായിട്ട് പണ്ടത്തെ യുദ്ധം. അന്ന് കുതിരപ്പുറത്താണ്, വാളും വില്ലും ഒക്കെ ആയിട്ടാണ് യുദ്ധങ്ങൾ. ഇത് കഴിഞ്ഞിട്ടാണ് പീരങ്കി കണ്ടുപിടിച്ചത്, പിന്നെ ടാങ്കായി. അതിനെ കെട്ടി ഇപ്പോൾ ആധുനിക ശൈലിയിലാണ് വിമാനം, റോക്കറ്റ്, അങ്ങനെയൊക്കെയുള്ള ഡ്രോൺ, ഇങ്ങനെയൊക്കെയാണ് യുദ്ധങ്ങൾ പോകുന്നത്. അപ്പൊ ആളുകൾക്ക് പഴയ പോലെ ഇൻവോൾവ്മെന്റ് ഇല്ല. മറ്റത് ആളുകളെല്ലാം നിരന്നു നിന്നിട്ട് ഒരു പ്രദേശത്ത് രണ്ട് രാജ്യക്കാരെല്ലാം നിന്നിട്ട് പകരം മുഴുവൻ ഇങ്ങനെ കൊല്ലുക, കഴുത്ത് കടിക്കുക, കുത്തി കൊല്ലുക. ചിലർക്ക് കുന്തം കൊണ്ടാണ്, വേറെ ചിലർക്ക് വാളുണ്ട്. എനിക്കായിരുന്നു പണ്ട് കാലത്ത് അലക്സാണ്ടറുടെ ചക്രവർത്തിയുടെ മഹാനെന്ന് അവകാശപ്പെടുന്ന അലക്സാണ്ടറുടെ കാലത്തെ യുദ്ധമൊക്കെ എങ്ങനെയായിരുന്നു. യേശുവിന്റെ വചനം എല്ലാ ജനങ്ങളെയും ശിഷ്യപ്പെടുത്താൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക, ആ ദൗത്യമാണ് സഭയ്ക്കുള്ളത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം ആചരിക്കാൻ അവരെ പഠിപ്പിക്കുകയും. അപ്പോൾ യേശുവിന്റെ കൽപ്പനയനുസരിച്ച് പഠിപ്പിക്കലനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് യേശുവിന്റെ അനുയായികളും യേശു തുടർച്ചയായ സഭയും. പ്രേക്ഷിതൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിക്കണം. പിതാവ് ഏൽപ്പിച്ച ദൗത്യം.
പിതാവാണ് പ്രേക്ഷിതനെ അയക്കുന്നത്. മിത്തരെ എന്ന വാക്കുണ്ട്, ടു സെൻഡ്, അയക്കുക. അതിൽ നിന്ന് വന്ന ലഭ്യമാക്കി വന്നാണ് മിഷൻ, ഇതിൽ നിന്നാണ് മിഷണറി. മിഷണറി എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവനാണ്. സവിശേഷമായ ദൗത്യവുമായിട്ട് അധികാരത്തോടുകൂടി പിതാവായ ദൈവം, യേശു, പുത്രനായ ദൈവത്തിനായ യേശു, അവരയക്കപ്പെട്ടവരാണ്, അധികാരം അയക്കപ്പെട്ടവരാണ് പ്രേക്ഷിതരെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പ്രേക്ഷിതരായിട്ടുള്ള ആളുകളുണ്ട്. മറുപടി 1:8 യു വിൽ ബെയർ വിറ്റ്നസ് ടു മീ ഇൻ ജെറുസലേം, യൂദയ, സമറിയ until the end of the earth. ആദ്യമായിട്ട് വചനം പ്രഘോഷിക്കേണ്ടത് യഹൂദരുടെ യേശുവിന്റെ പ്രവർത്തനത്തിലേക്ക് സ്ഥിരാകേന്ദ്രമായിരുന്ന ജെറുസലത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂദയ, ജെറുസലം അടങ്ങുന്ന പ്രദേശമാണ് യൂദയ. സമറിയക്കാരൊക്കെ പാർക്കുന്ന ഇടയ്ക്കുള്ള സ്ഥലം. until the end of the earth. അപ്പോൾ ലോകം മുഴുവനും വചനം പ്രഘോഷിക്കാനും സുവിശേഷത്തിന് സാക്ഷികളാകാനും അയക്കപ്പെട്ടവരാണ് പ്രേക്ഷിതരെന്നുള്ളതാണ്. അതാണ് നടപടി പുസ്തകം 1:8 പറയുന്നത്. യേശു പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത്, ഞാൻ അയക്കപ്പെട്ടത് എന്റെ ഇഷ്ടം നിർവഹിക്കാനല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കാനാണ്. ജോൺ 6:38 പറയുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷിതർ എല്ലാ കാലഘട്ടത്തിലും ആവശ്യമുണ്ട്. നമുക്കറിയാം, ഈ സുറമലബാർ സഭയിൽ ദ്വീപിൽ സമ്പന്നമായിരുന്നു. ഇപ്പോൾ ആ സമ്പന്നത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകളുടെ എണ്ണം കുറഞ്ഞു, കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഈ വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾ അവിടെ നിന്നാണ് ദ്വീപിൽ കൂടുതലായിട്ടും ഉണ്ടാകേണ്ടത്. അവിടെയും ചിക്കാഗോ രൂപതയിൽ അവിടെ കുടിയേറി അമേരിക്കക്കാരുടെ 4-5 മക്കൾ അച്ഛന്മാരായിട്ടുണ്ട്. ചിക്കാഗോ അമേരിക്കയിലെ കത്തോലിക്കർക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട സുറമലബാർ രൂപതയാണ്. അതിന് 19 പള്ളികളുണ്ട്. നമ്മുടെ രൂപതയിൽ നിന്ന് 2-3 വൈദികർ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. വിവിധ രൂപതകളിൽ നിന്നുള്ളവരാണ് അവിടെ പ്രവർത്തിക്കുന്നവർ. ആ നാട്ടുകാരെന്ന് വെച്ചാൽ അവിടെ കുടിയേറിയവരുടെ മക്കൾ 5-6 പേര് അച്ഛന്മാരായിട്ട് പിന്നെ പഠിക്കുന്നവർ കാണുമായിരിക്കും. ഞാൻ ഒരിക്കലും അവിടെ ചെന്നപ്പോൾ ഹൃദയ പിതാവ് എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. അപ്പൊ പിതാവിനോട് പറഞ്ഞു, സെമിനാരിയിൽ അവിടെ വിട്ടാണ് പഠിപ്പിക്കുന്നത്, അവിടെ വിട്ട് പഠിപ്പിക്കണം, അവിടെ എല്ലാത്തിനും ചിലവ് കൊടുക്കണം, 40 ലക്ഷം കൊടുക്കണം. ഇവിടെയാണ് 1 ലക്ഷത്തിന് തീരുന്നത്. അവിടെ പഠിപ്പിക്കണമെങ്കിൽ അവിടുത്തെ ചിലവനുസരിച്ച് 40 ലക്ഷം രൂപ ആണ് ഒരു സെമിനാരിക്കാരനെ പഠിപ്പിക്കണമെങ്കിൽ. ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ എന്ത് പഠിപ്പിക്കണമെങ്കിലും കോളേജിൽ പഠിക്കണമെങ്കിൽ അതുപോലെ ചിലവാണ്. അവിടെ അതിനും വേണം 40 ലക്ഷം. മെഡിക്കൽ കോളേജിലാണെങ്കിലും 40-50 വേണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ആരോഗ്യപരമായ കാര്യങ്ങൾ. ഒന്ന്, ഉഷ്ണകാലമാണ്. അപ്പോൾ പലർക്കും ഈ സൂര്യതാപം കൊണ്ട് വടക്കേണ്ടിലേക്ക് ഇപ്പം പലരും കൊണ്ട് സൂര്യതാപം ഏറ്റി ചുരുക്കം ചിലർ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂര്യനെ നമ്മൾ ആവരിക്കേണ്ടതുണ്ട്. അതിൻ്റെ നല്ല ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ പുറത്തോടെ ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ സൂര്യതാപം ഏൽക്കാം. അപ്പം അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയാലൊന്നും വിചാരിച്ച് അങ്ങനെ നടക്കണ്ട. അപ്പം അതുകൊണ്ടൊരു 11 മണി അല്ലെങ്കിൽ 10:30 മുതൽ ഒരു 3:30 വരെയൊക്കെയുള്ള സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് പാമ്പാണ്. പാമ്പ് ഈ ചൂട് പ്രമാണിച്ച് തണുപ്പുള്ള സ്ഥലത്താണ് പറമ്പിൽ കയറാൻ മറ്റത്തൊക്കെ കയറി വരും പൈപ്പിൻ്റെ അടുത്ത്. പിന്നെ എൻട്രൻസ് അവൈലബിൾ ആണെങ്കിൽ ചിലൊക്കെ തുറന്നിട്ടേക്കാണെങ്കിൽ പാമ്പ് വീട്ടിൽ കയറും. അങ്ങനെ എല്ലാവരും കടിയേറ്റിട്ട് ഏതാനും പേര് മരിച്ചു പോയെന്ന് പത്രത്തിൽ കാണുന്നുണ്ട്. എല്ലാ ആവശ്യമുണ്ട്. ഒരു 3-4 പാമ്പ് കടിച്ചത് പത്രത്തിൽ. മൂന്നാമതായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആളുകൾ പാമ്പാകാറുണ്ട്. എങ്ങനെയാ പാമ്പാകുന്നത്? ഒന്ന്, അമിതമായിട്ടുള്ള മദ്യപാനം, മദ്യത്തിന്റെ ലഹരിയുടെ അഡിക്ഷൻ. രണ്ടാമതായിട്ടുള്ള മയക്കുമരുന്നിന്റെ അഡിക്ഷൻ. അതാണ് മനുഷ്യര് പാമ്പാകുന്നത്. അപ്പം നമ്മുടെ ഒരു കുടിയേറ്റ ഇടവകയിൽ അടുത്ത കാലത്ത് ഒരപ്പൻ ഒരു മകന് അമ്മയുടെ കരുത്തിൽ വെച്ചു. പത്രത്തിൽ കണ്ടു. കുടിയേറ്റ ഇടവകയിലാണ്, നമ്മുടെ കൽശുരൂതയുടെ ഇടവകയിലാണ്. ഞാൻ വായിച്ചു നോക്കിയപ്പം ഇടവക നമ്മുടെ രൂപതയിലെത്താന്ന് പറയുന്നില്ല. അത് വായിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ പോലീസിൽ ചെന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്.
അപ്പനെയും കിട്ടിയെങ്കിൽ അപ്പനെയും തട്ടിയാണ്. ഇതിനെപ്പറ്റി പറഞ്ഞത് അവനെ എവിടെ പഠിച്ചപ്പം ഡ്രഗോ മദ്യം ഇതിലെല്ലാം അഡിക്ഷനായി. അതുകൊണ്ട് അവനെ തിരിച്ചു കൊണ്ടുവന്ന് നന്നാക്കാനൊക്കെ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് അവന് മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ പ്രത്യേകിച്ച് ലഹരി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ മക്കൾ പാമ്പാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ബാംഗ്ലൂരൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നമ്മുടെ ഇവിടെയൊക്കെ നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിള്ളേരെ ശ്രദ്ധിക്കുക, അവരെ സ്നേഹത്തോടെ വളർത്തുക, കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക, പാമ്പാകാതെ മനുഷ്യരെ കടിക്കുകയോ ഉദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന തലയെടുക്കൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പണ്ടൊരുത്തനെ പഠിപ്പിക്കാനായിട്ടാണ് കേരളത്തിന് പുറത്തേക്ക് വിട്ടു. അവനെ എന്തോ ഡ്രഗ് അഡിക്റ്റായി, കഞ്ചാവോ എന്താണെന്ന് അറിയില്ല. ഇവന് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഈ മരുന്ന് കിട്ടാതായി, ഈ പറയുന്ന സാധനം കിട്ടാതായി. ആ വീട്ടിൽ ബഹളായി, മാനസിക രോഗിയെ പോലെ പെരുമാറാൻ തുടങ്ങി. ഇപ്പം ആ മിഷൻ എന്നോട് പറഞ്ഞു എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു സഹിക്കാൻ. ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ അങ്ങനെ ചികിത്സിച്ചു. അത് കഴിഞ്ഞ് കുറവെല്ലാം ഉണ്ടായി, എന്നാലും പ്രശ്നം തീർന്നില്ല. ഇപ്പോഴും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം. ആ രീതിയിലാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മക്കൾ നന്മയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർ സാക്ഷികളാകുന്നത്. എല്ലാ മക്കളും സാക്ഷികളാകേണ്ടവരാണ്. സാക്ഷികളുടെ സമൂഹമാണ് നമ്മൾ. അത് നന്മയുടെ ജീവിതശൈലി കൊണ്ട്, പ്രവർത്തനത്തിൻ്റെ നന്മ കൊണ്ടൊക്കെ നന്മയിൽ ജീവിക്കാനും ചരിക്കാനും ഒക്കെ ബാധ്യതയും കടമയുള്ളവരാണ് മക്കള്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ തങ്ങളുടെ നല്ല ജീവിത രീതി കൊണ്ട് ആ മക്കളെ നല്ല മാതൃക കാണിച്ചു കൊടുക്കണം. തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകൾ വർദ്ധിക്കാനായിട്ട്, പ്രത്യേകിച്ച് തിന്മയിലേക്കും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കൊക്കെ നയിക്കുന്ന ആ കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കാനായിട്ടുള്ള ശക്തി മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. അവരുടെ കൂട്ടുകാരെയും ശ്രദ്ധിക്കുക. നമ്മൾ പ്രേക്ഷിതരാണ്. നമ്മളെല്ലാവരും യേശുവിന് സാക്ഷികളാകേണ്ടവരാണ്. നമ്മുടെ നന്മ പ്രവർത്തനങ്ങൾ വഴിയായിട്ട്, നല്ല വാക്കുകൾ വഴിയായിട്ട് നന്മ നിറഞ്ഞവരാകുക. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാം